ഇത് വലിച്ചു പറിച്ച് പൊട്ടിച്ചിട്ട് കൊന്ന ഒരു വിഷയം. അതൊരു ചെറിയ കുട്ടിക്ക്, എന്നിട്ട് ഈ ചെറിയ കുട്ടി ആ കഥയൊക്കെ പറഞ്ഞു തന്നു. ഈ ആത്മാക്കൾ മറ്റൊരു ശരീരത്തിൽ വന്നിട്ട് അതായത് അവരുടെ ഇമോഷൻ ആണല്ലോ അത്. അവർക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ച് മരിക്കപ്പെട്ടു. ആത്മാവിന് പറയാനുള്ളതെല്ലാം ആ രക്തബന്ധത്തിലെ കുട്ടിയിലൂടെ വന്ന് പറയുക. അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ആത്മാവിന്റെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥ ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ ആൾക്കാർ ഒന്ന് ചീത്ത പറഞ്ഞിട്ട് പോകാന്ന് അറിയാലോ. ആത്മാക്കൾ എന്നൊന്നുണ്ടോ? ആത്മാക്കളുണ്ട്, ആത്മാക്കളുണ്ട്, ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതെ അതെ, ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. ദേവദത്ത ധനഞ്ജയൻ ഇങ്ങനെ ദശ പ്രാണന്മാരെ കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രാണോ നാമ ഊർധ്വഗമനവാൻ നാസാഗ്രസ്ഥാനവർത്തി എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ 10ാമത്തെ പ്രാണനായിട്ടുള്ള ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ നമ്മളെ ചിന്താമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ദുർമരണപ്പെടുകയോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മരിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസാണ് ഈ പറയുന്ന ധനഞ്ജയൻ എന്ന് പറയുന്നത്. ഈ ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ ഈ ബന്ധം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു എനർജി തലമാണ് ശരിക്കും നമ്മൾ ആത്മാവായിട്ട് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. പിതൃദോഷങ്ങൾ മറ്റു കാര്യങ്ങൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവേ ഈ ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ മനഃശാന്തി ഇല്ലായ്മ, കുടുംബത്തിൽ ഐക്യമില്ലാത്ത പ്രശ്നങ്ങൾ. സർപ്പസംബന്ധമായിട്ടുള്ള ദുരിതമാണെങ്കിൽ ഇതേപോലെ തന്നെ മാനസിക പ്രശ്നം, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കണ്ണിന് ബുദ്ധിമുട്ട് വരിക, പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ചെവിക്ക് പ്രശ്നങ്ങൾ വരിക, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, നാഡി, കുലദേവതയൊക്കെ നശിച്ചു കിടക്കുന്നതായിരിക്കും. കാരണം കുലദേവതയുടെ പ്രാണനും നമ്മുടെ പ്രാണനും പിതൃക്കളുടെ പ്രാണനും എല്ലാം ഒന്നാണ്. ഇപ്പോൾ കുലദേവത നശിച്ചു കിടക്കുന്നൊരു സങ്കേതത്തിൽ നമ്മൾ എപ്പോൾ പ്രശ്നം വെച്ചാലും പ്രേതദോഷം പിതൃദോഷം കാണും. നമസ്കാരം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ലിതേഷ് പരമേശ്വരാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ കുറച്ച് വീഡിയോകൾ നേരത്തെ അബാക് മീഡിയ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ല, അന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ലിതേഷ് ചേട്ടാ, എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എനിക്ക് ഉത്തരം കിട്ടാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ അത് പൂർണ്ണമല്ല എന്ന ഉത്തമ ബോധ്യത്തോടെയുള്ള ചോദ്യമാണ്. ആത്മാക്കൾ എന്നൊന്നുണ്ടോ? ആത്മാക്കളുണ്ട്. ആത്മാക്കളുണ്ട്. ഉണ്ട്. ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതെ അതെ, ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ആത്മാവ്? ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം നമുക്ക് ദശ പ്രാണൻ എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. ഇതിൽ 10ാമത്തെ പ്രാണനായിട്ടുള്ള ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ നമ്മളെ ചിന്താമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ദുർമരണപ്പെടുകയോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മരിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസാണ് ഈ പറയുന്ന ധനഞ്ജയൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്താ പറയുക ഭൗതിക തലങ്ങളിൽ അത് വ്യവഹരിക്കുകയും നമ്മുടെ ഒരു എന്താ പറയുക മാനസിക വ്യവഹാര മണ്ഡലവുമായിട്ട് ഇതിന് ബന്ധമുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അതിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. ഇതിന് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഇങ്ങനെ തുടങ്ങിയിട്ട് 5 പ്രാണനും അതിൻ്റെ ഉപപ്രാണന്മാരായിട്ട് വരുന്ന നാഗ, കൂർമ്മ, കൃകല, ദേവദത്ത, ധനഞ്ജയൻ ഇങ്ങനെ ദശ പ്രാണന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രാണോ നാമ ഊർധ്വഗമനവാൻ നാസാഗ്രസ്ഥാനവർത്തി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തെ പ്രാണൻ എന്ന് പറയും. അപാനോ നാമ അധോഗമനവാൻ അഖില ശരീരവർത്തി എന്നൊക്കെ അതിന് ഓരോ നിയമങ്ങളുണ്ട്. അപാനൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന വായു. ഇങ്ങനെ തുടങ്ങിയിട്ട് വായുവിൻ്റെ 5 സഞ്ചാരങ്ങളെയാണ് പഞ്ചപ്രാണൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപപ്രാണന്മാരായിട്ട് വരുന്നതാണ് ഈ ധനഞ്ജയൻ. അതായത് നമ്മളുടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏത് ജീവജാലങ്ങളായാലും അവരുടെ ഇമോഷൻസ്, അതായത് വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചിന്താമണ്ഡലങ്ങളുണ്ടല്ലോ, ഈ മണ്ഡലങ്ങളാണ് ശരിക്കും ധനഞ്ജയൻ എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 41 ദിവസം അതിൻ്റെ ഒരു വൈബ്രേഷൻ ആ ഏരിയയിൽ ഉണ്ടാവും എന്ന് പറയാം. ഞാൻ കേട്ടിട്ടുള്ളത് 100 എന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, 41. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ 41 ഒരു മണ്ഡലകാലം 41 ആചരിക്കുന്ന ക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മണ്ഡല കാലഘട്ടത്തിൽ ഈ ഒരു വ്യാവഹാരിക തലത്തിൽ ഈ ഒരു എനർജി ഉണ്ടാവും. ഇത് വളരെ എന്താ പറയുക മോശപ്പെട്ട അവസ്ഥയിലൊക്കെ മരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ്. ഈ എല്ലാ ആത്മാക്കളും നെഗറ്റീവ് എനർജിയാണോ? എല്ലാ ആത്മാക്കളും നെഗറ്റീവ് അല്ല. അത് ഈ ധനഞ്ജയൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഇമോഷണൽ തലങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള വേദനകൾ, വിഷമങ്ങൾ, ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടായി വരിക. നല്ല രീതിയിൽ മരിക്കുന്നതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യായുസിൽ അവൻ ഉപേക്ഷിച്ചു പോകുന്ന ഓർമ്മകൾ, മെമ്മറീസ് ആണ് പിന്നീട് ഈ എനർജി ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ. ഉപേക്ഷിച്ച് പോകുന്ന ഓർമ്മകൾക്ക് അപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ഞാൻ പറയാം, ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്താ പറയുക ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല, അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടാനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിരിക്കുന്ന സമയത്ത് അത്
നടത്താൻ പറ്റാതെ മരിച്ചു പോകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു 41 ദിവസം അയാളുടെ ഒരു സോൾ പ്രസൻസ് ഉണ്ടാകും, അങ്ങനെ പറയാമോ? വേണമെങ്കിൽ പറയാമെന്നാണ്. അതെ അതെ ഓക്കെ, എനിവേ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. സോൾ പ്രസൻസ് ആ വീടും അയാളുടെ വേണ്ടപ്പെട്ടവരെ ചുറ്റിപ്പറ്റി ഉണ്ടാകാം. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആത്മാവിന് പിന്നീട് ബന്ധങ്ങളുണ്ടോ? അച്ഛൻ, അമ്മ, മകൻ, മകൾ. അത് ഞാൻ പറഞ്ഞത്, ആത്മാവെന്ന് പറയുമ്പോൾ ഞാനിപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മളെ ജീവാത്മാവ് അങ്കുലി മാത്രമായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ നിലകൊള്ളുന്നു എന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ശരീരത്തിനെ നമ്മൾ ബയോളജിക്കലി എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു വലിയൊരു മരം പോലത്തെ ഒരു സംഭവമാണല്ലോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയാണ്. അതായത് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയാസ്, ഇങ്ങനത്തെ ആൾക്കാരുകളൊക്കെ നിറച്ചുമുള്ള ഒരു ഇതാണ് നമ്മുടെ ശരീരം. അപ്പം നമ്മളുടെ ഒരു പ്രാണനല്ല, ഒരുപാട് പ്രാണന്മാർ നമ്മുടെ ഇതിനകത്തുണ്ട്. ഇതിനാണ് ഈ ഡിവിഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രേതബാധ വന്നിട്ടുള്ള ഒരാൾ പെരുമാറുന്നത് എങ്ങനെയാണ്? അയാൾ ഫിസിക്കലി ആക്ഷൻസ് കാണിക്കുന്നതിലും കൂടുതൽ അയാൾ മെൻ്റലി ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കുക, അല്ലേ? അയാൾ വേറൊരു വ്യക്തിയെ പോലെ സംസാരിക്കുന്നു. ഇതെല്ലാം മെൻ്റൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണല്ലോ, ഇമോഷൻസായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് അയാളുടെ മാനസിക വ്യാവഹാരിക തലത്തിലേക്കാണ്. അതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിലേക്ക് വരുത്തുന്ന ഒരു പ്രാണൻ എന്ന് പറയുന്ന ഈ ധനഞ്ജയന. ഇതാണ് നമുക്കൊരു പ്രേതസ്വരൂപമായിട്ട് നമ്മളിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. മറ്റതെല്ലാം ഉപരിതലങ്ങളിലേക്കുള്ള പ്രാണനാണ്. അത് നമ്മളുമായിട്ട് കണക്ഷൻ വരില്ല. നമ്മളുമായിട്ട് ഇപ്പം ഞാൻ ചോദിക്കാം, ഇപ്പം ഞാനും താങ്കളും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ കണക്ഷനാണല്ലോ. അതെ, അത് ആ ഇമോഷൻസിൻ്റെ മുകളിലാണ് നമുക്ക് എല്ലാവരോടും ബന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ ഈ ബന്ധം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയല്ല, എനർജിയാണ്. അപ്പോൾ ആ ഒരു എനർജി തലമാണ് ശരിക്കും നമ്മൾ ആത്മാവായിട്ട് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മരണശേഷം നമ്മൾ ഹൈന്ദവാചാരപ്രകാരം അതിനെക്കുറിച്ച് സംസാരിക്കാം. പല കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ബലിയിടുന്നവർ 7 ദിവസം 16 ദിവസമൊക്കെ ബലിയിടുന്നവരുണ്ട്. ഇപ്പോൾ അത് ശോഷിച്ച് ഒരു ദിവസത്തെ ബലിയൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബലികർമ്മങ്ങൾ എന്തിനാണ് അനുഷ്ഠിക്കുന്നത്? ബലികർമ്മങ്ങൾ നമ്മൾ പിതൃക്കളുമായിട്ടുള്ള ഋണമോചനം എന്നുള്ള ഒരു, അതായത് നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ടല്ലോ. ഇപ്പോൾ ദേവഗണം, അതായത് ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ വൈദിക ക്രമങ്ങളിലൊക്കെ സന്ധ്യാവന്തനമൊക്കെ ചെയ്യുന്ന സമയത്ത് പിതൃ ഋഷി തർപ്പണങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ചില ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മളെ പിതൃക്കളാണല്ലോ നമുക്കിവിടെ ഒരു ജന്മം തന്നിരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള ആ ഒരു കടപ്പാട് തീർക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ ഈ പിതൃപിണ്ഡം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അവരെ വിഷ്ണു ലോകത്തിലേക്ക്, വിഷ്ണു എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പരമാത്മ ചൈതന്യം എന്നുള്ള അർത്ഥത്തിലാണ്, അതിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പിതൃപിണ്ഡം, മറ്റു കാര്യങ്ങൾ, പിതൃബലി, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിതൃക്കൾക്ക് മോക്ഷം കിട്ടുക എന്നുള്ളൊരു സങ്കല്പം. അതായത് ഒരു പൗത്രൻ അല്ലെങ്കിൽ പുത്രന് പിതാവിനോട് അല്ലെങ്കിൽ പിതൃക്കളോട് ചെയ്യാനുള്ള കടമ, അതാണ് ബലി എന്ന് പറയുന്നത്. ഇപ്പം ഈ ആത്മാക്കളിപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അത് നമ്മൾ പിതൃബലി കൊണ്ട് മാത്രം അതിന് ഗുണമുണ്ടായിക്കൊള്ളണമെന്നില്ല. പിതൃദോഷമുണ്ടെങ്കിൽ അത് സന്തതി പരമ്പരകളെ ബാധിക്കാനും സാധ്യതയുണ്ട്. സന്താനലബ്ധിക്ക് തടസ്സം വരും. അത് പിതൃദോഷമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ കുലസംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുലദേവതയൊക്കെ നശിച്ചു കിടക്കുകയെന്ന് വിചാരിക്കുക. കാരണം കുലദേവതയുടെ പ്രാണനും നമ്മുടെ പ്രാണനും പിതൃക്കളുടെ പ്രാണനും എല്ലാം ഒന്നാണ്. ഇപ്പോൾ കുലദേവത നശിച്ചു കിടക്കുന്നൊരു സങ്കേതത്തിൽ നമ്മൾ എപ്പോൾ പ്രശ്നം വെച്ചാലും പ്രേതദോഷം പിതൃദോഷം കാണും. ഇത് എല്ലാം ഒന്നായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നൊരു സമ്പ്രദായമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പിതൃദോഷം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അവരോട് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, കടപ്പാട് തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ പിതൃബലി ചെയ്യുന്നത്. അപ്പോൾ ഈ മോശമായിട്ടിരിക്കുന്ന ആത്മാക്കൾ, മോശമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ്ലി നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ആത്മാക്കൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ കേവലം പിതൃബലി കൊണ്ട് മാത്രം അതിന് മോക്ഷം കിട്ടില്ല. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ആ ഒരു തലത്തിൽ നിന്നും ഉയർത്തി ദേവതാ തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് മോക്ഷം കൊടുക്കുന്ന ക്രിയയ്ക്കാണ് നമ്മൾ വേർപാട് എന്നൊക്കെ പറയുക. നമ്മളതിനെ വിഷ്ണുവിൽ ലയിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ വേർപാടെന്ന് പറയുക. അപ്പം അത് പൂജാവിധികളുണ്ട്. അതായത് ഒരു ആത്മാവിന് നമ്മളത് പ്രശ്നവശാൽ ചിന്തിച്ചതിന് എത്രത്തോളം ദുരിതമുണ്ട്, അതിന് ഏതൊക്കെ വിധാനത്തിൽ, ഈ വിധാനങ്ങളെല്ലാം അവരെ കുലവുമായി ബന്ധപ്പെട്ടിട്ടാണ് വരിക. ഇപ്പം വൈഷ്ണവ സമ്പ്രദായത്തിൽ ഇപ്പം പൊതുവേ നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പം ഒരുപാട് തറവാടുകളിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മളോട് വന്നിട്ട് പറയാറുണ്ട്, വേർപാട് എത്ര നടത്തിയിട്ടും വീണ്ടും പ്രേതമാണ്. എപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയാലും വേർപാട് ഒരുപാട് തവണ, 2 തവണ 3 തവണയൊക്കെ വേർപാട് ക്രിയകളെല്ലാം നടത്തി, പക്ഷെ എന്നാലും പ്രശ്നം വയ്ക്കുമ്പോൾ വീണ്ടും പ്രേത വിഷയങ്ങൾ,
ഗുളികൻ പ്രശ്നത്തിലായിട്ടൊക്കെ കാണാറുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി നോക്കണം. അപ്പോൾ അത് ഈ കുലവുമായി ബന്ധപ്പെട്ടിട്ട് ദുരിതങ്ങളുണ്ടെങ്കിൽ, കുലദേവത പ്രേതാവസ്ഥയിലാണെങ്കിൽ, അതായത് കുറേ കാലങ്ങളായിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള ക്രിയകൾ, പൂജകൾ, കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരികയാണെന്നുണ്ടെങ്കിലും ഇതേ പിതൃദോഷം നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ പിതൃക്കൾ തന്നെയാണ് ഈ ദേവതയും, ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഈ സന്താനലബ്ധി അതാണ് പ്രധാനപ്പെട്ട ഈ വന്ന കാലത്ത് ആളുകൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില പറയും സർപ്പദോഷം, കാവുകളുടെ ദോഷം, ഇപ്പോൾ ഈ പിതൃക്കളുടെ ദോഷം ഒക്കെ പറയും. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? അതായത് ഒരു ആത്മാക്കളുമായി ബന്ധപ്പെട്ട്, പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഒരാൾക്കൊരു ദോഷമുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ പ്രശ്നങ്ങൾ ഇതാണ് എന്ന് അവർക്ക് സ്വയം, ഇപ്പം ഞാൻ താങ്കൾക്ക് അല്ലെങ്കിൽ ദൈവജ്ഞന്മാർക്ക് അതിനുള്ള വഴിയുണ്ട്. ഒരു സാധാരണക്കാരൻ എൻ്റെ പ്രശ്നം ഇതായിരിക്കാം, ഒരു ദൈവജ്ഞനിലേക്ക് എത്തണം എന്ന് ചിന്തിക്കാൻ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക? അതായത് നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ എപ്പോഴാണ് ഒരു പ്രശ്നമായി എടുക്കേണ്ടതെന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. ഇപ്പം ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ എന്താ പറയുക, മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവാം, തടസ്സങ്ങൾ വരാം, ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മളൊരു പ്രശ്നം എന്ന് പറയേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഒരാൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, തടസ്സങ്ങൾ ഒരേ പാറ്റേണിൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം സന്താനലബ്ധിക്ക് ഇപ്പം ജനറ്റിക്കലി ചില ഇഷ്യൂസൊക്കെ ഉണ്ട്, നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ വരുന്നൊരു സമയത്താണ് നമ്മൾ എന്ത് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ? അല്ലാണ്ട് അസുഖങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പോൾ എനിക്കും വരാം, താങ്കൾക്കും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടും അതിൻ്റെ പ്രതിവിധികൾ ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. കണ്ടിന്യൂസ്ലി ഇതേപോലത്തെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതപ്പോൾ പ്രശ്നവശാൽ ഇപ്പം പിതൃദോഷങ്ങൾ മറ്റു കാര്യങ്ങൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവേ ഈ ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ മനഃശാന്തി ഇല്ലായ്മ, കുടുംബത്തിൽ ഐക്യമില്ലാത്ത പ്രശ്നങ്ങൾ, അത് ഈ പിതൃദോഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കാണും. അതായത് എപ്പോഴും ഇവർ ഒരു ഐക്യതയില്ലാതെ, ഇപ്പോൾ ജ്യേഷ്ഠനും അനിയനും തമ്മിലാണെങ്കിൽ പ്രശ്നങ്ങൾ, വീട്ടിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ കാണാറുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ എന്നും അസ്വാസ്ഥ്യങ്ങൾ, അസുഖങ്ങൾ, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പിതൃദോഷത്തിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. സർപ്പസംബന്ധമായിട്ടുള്ള ദുരിതമാണെങ്കിൽ ഇതേപോലെ തന്നെ മാനസിക പ്രശ്നം, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കണ്ണിന് ബുദ്ധിമുട്ട് വരിക, പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ചെവിക്ക് പ്രശ്നങ്ങൾ വരിക, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം സർപ്പദോഷവും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നുന്നൊരവസ്ഥ ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാൽ ആൾക്കാർ ഒന്ന് ചീത്ത പറഞ്ഞിട്ട് പോകാമെന്നറിയല്ലോ. അങ്ങനത്തെ ചില അവസ്ഥകളൊക്കെ ഈ സർപ്പസംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. ഈ സർപ്പദോഷത്തെക്കുറിച്ച് ഒരു വിശദമായ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഒരു പിതൃക്കളുമായി ബന്ധപ്പെട്ട് ആത്മാവ്, സോൾ പ്രസൻസ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവ് എനർജി എന്നോ പലരും പല പേരിട്ട് തന്നെ വിളിക്കുന്നുണ്ട്, ഈ വിഷയങ്ങൾക്കുള്ള പരിഹാരമാർഗം എന്താ? ഇത് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഓരോ ആൾക്കാരെ ബാധിക്കുന്ന അളവിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു തറവാട്ടിൽ ഒരു വിഷയം ഉണ്ടായെന്ന് വിചാരിക്കുക, അവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഈ ആത്മാവിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാനസിക തലത്തിലാണ് ഇത് ആദ്യം എഫക്റ്റ് ചെയ്യുക. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നാണ് നിയമം. മനസ്സാണ് നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നു. അപ്പോൾ ഈ മനസ്സിനെ സ്വാധീനിക്കലാണ് ഇതിൻ്റെ ഒന്നാമത്തെ പരിപാടി. അപ്പോൾ അത് ആ ഒരു ആത്മാവിൻ്റെ വൈബ്രേഷനുമായിട്ട് ഏകദേശം സാമ്യമുള്ള വൈബ്രേഷൻസിനാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്ത് കാണാറ്. അപ്പോൾ അങ്ങനെയുള്ളവരെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ആ ഒരു തലത്തിൽ നിന്ന്, അതായത് ഈ പറയുന്ന ആത്മാവാകുന്ന ആ ഒരു വൈബ്രേഷനെ നമുക്കങ്ങനെ വിളിക്കാം, അതിനെ ആ ഈശ്വരീയത എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർത്താൻ ഉതകുന്നതായിട്ടുള്ള മന്ത്രതന്ത്രാദി വിഷയങ്ങൾ ഉപയോഗിച്ച് അതിനെ ആവാഹിച്ച് സങ്കോചക്രിയകളെല്ലാം ചെയ്ത് അതിനെ ഉയർത്തി ആ ദേവതാ തലത്തിൽ എത്തിക്കുന്ന ക്രമങ്ങളാണ് നമ്മൾ ആത്മാവിന് പരിഹാരമായിട്ട് ചെയ്യുക. ആവാഹനവും ഉച്ചാടനവും ഒക്കെ ഇതിൽ വരുന്നത്. അതെ, ഉച്ചാടനം ഇതെന്താണെന്ന് വെച്ചാൽ തന്ത്രത്തിൽ നമ്മൾ ഷഡ്കർമ്മങ്ങൾ എന്ന് പറയുമല്ലോ. അതായത് വശ്യം, സ്തംഭനം, മാരണം, ഉച്ചാടനം, മോഹനം, ഇങ്ങനെ തുടങ്ങിയിട്ട് 6 ക്രിയകളുണ്ട്. അതിൽ അഷ്ടകർമ്മം എന്ന് പറഞ്ഞ 2 വിധാനങ്ങൾ എക്സ്ട്രാ ആയിട്ട് പറയുന്ന 8 വിധാനങ്ങളുണ്ട്. ഷോഡശ വിധാനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉപവിധാനങ്ങളായിട്ട് 16 എണ്ണമൊക്കെ, അങ്ങനെ അതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ക്രമങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നതിൽ പെടുന്നതാണ് ഈ ഉച്ചാടനം. ഉച്ചാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞയക്കുക എന്നുള്ളൊരു ഇതാണ്, ഉച്ചാടനം ചെയ്ത് വിടുക. അപ്പോൾ ഈ ഉച്ചാടനം ചെയ്ത് വിടുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു ക്രമമാണ്. ഓക്കെ. നമ്മൾ ലയിപ്പിച്ച് സായുജ്യം കൊടുത്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന് വേണ്ടി നമ്മൾ ബലി പോലും ഇടേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട, കാരണം അത് ഈശ്വരൻ ലയിച്ചു കഴിഞ്ഞു. ഉച്ചാടനം ചെയ്യുന്നതിനകത്താണ് ഈ ചില പ്രേതങ്ങളെ നമ്മൾ ബന്ധിച്ച് വെക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ.
അതായത് നമ്മൾ ആണിയടിച്ച് വെക്കുക. അത് ഈ ആവാഹനം സാധ്യമാകാത്തതാണോ ഉച്ചാരണത്തിലേക്ക്? അല്ലല്ല, അത് നമ്മളൊരു താൽക്കാലിക ക്രമം എന്നുള്ള, അത് ഓരോ വിധാനത്തിൽ ഉപയോഗിക്കുന്ന രീതികളാണ്. അപ്പോൾ ഈ തന്ത്രത്തിൽ ചില ആത്മാക്കളെ നമ്മൾ ഈ പണ്ട് കാലങ്ങളിൽ ഈ മന്ത്രവാദ പാരമ്പര്യമൊക്കെ ഉള്ള തറവാടുകളിലൊക്കെ അവർ ആത്മാക്കളെ കുടിയിരുത്തിയിട്ട് അതുപയോഗിച്ചിട്ട് പ്രയോഗങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ പ്രേതാത്മവിദ്യ എന്നൊക്കെ പറയും അതിന്. അപ്പോൾ അത്തരത്തിലുള്ള ക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉച്ചാടന ക്രിയകളിലെ കൂടെയൊക്കെ ഇതിനെ ആവാഹിച്ച് ബന്ധനം ചെയ്ത് വെക്കുക. ഈ ബന്ധനം, ഈ മോഹനം, സമ്മോഹനം, ഇതെല്ലാം നമ്മൾ ഷഡ്കർമ്മങ്ങളിൽ വരുന്നതാണ് തന്ത്രശാസ്ത്രത്തിൽ. അപ്പം ഈ ഒരു ക്രമം ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ബന്ധിച്ചിരുത്തി, അതിനെ അവിടെ കുടിയിരുത്തി, അതിനെ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു പ്രേതാത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ പ്രശ്നം ഉണ്ടെന്ന് വെക്കുക. ഈ കർമ്മങ്ങളും ക്രിയകളും ചെയ്യുന്നത് നമ്മളുടെ സ്പേസിലാണോ അതോ അവിടെ പോയി ചെയ്യണോ? ഇല്ല, ഇത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇത് ഈ ചൈതന്യത്തെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ആവാഹിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടില്ല, അവിടെ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ചില സങ്കേതങ്ങളിൽ അവിടെ പോയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, ഇപ്പം ചില വ്യക്തികളിലൊക്കെ ഈ ബാധാ വിഷയങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കഥകൾ, ഇപ്പോൾ ഇതേപോലെ ഞാൻ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോണ്ടിച്ചേരി ആ ഭാഗത്ത് ഒരു പൂജയ്ക്ക് പോയ സമയത്ത് അവിടെ നിന്നൊരു മുത്തശ്ശിയുടെ കാതിലുണ്ടായിരുന്ന ഒരു തോട, എന്താ പറയുക, സ്വർണത്തിൻ്റെ കടുക്കൻ വലിയ തോടാന്നൊക്കെ പറയും, ഇത് വലിച്ചു പറിച്ച് പൊട്ടിച്ചിട്ട് കൊന്ന ഒരു വിഷയം. അതൊരു ചെറിയ കുട്ടിക്ക്, എന്നിട്ട് ഈ ചെറിയ കുട്ടി ആ കഥയൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ ആ കണക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ ആത്മാക്കൾ മറ്റൊരു ശരീരത്തിൽ വന്നിട്ട്, അതായത് അവരുടെ ഇമോഷൻ ആണല്ലോ അത്, അവർക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ച് മരിക്കപ്പെട്ടു, ആ വേദനയാണ് പ്രകടിപ്പിക്കുന്നത്. അതാണ് രസം. അതിന് മുമ്പുണ്ടായ സന്തോഷങ്ങളൊന്നും ഈ ആത്മാക്കൾ പ്രകടിപ്പിക്കില്ല. അതായത് ഇപ്പം മക്കളുടെ കൂടെ സന്തോഷമായിരുന്നു, ഇതൊന്നും ഒരു പ്രേതവും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പ്രേതങ്ങൾക്ക് എപ്പോഴും പറയാനുള്ള വേദനകളല്ലേ, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ധനഞ്ജയൻ എന്ന് പറയുന്നത് ആണ് ഈ വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതവർ പ്രകടിപ്പിക്കുന്നു മറ്റൊരു വ്യക്തിയിലൂടെ, അതേ മാനസിക തലത്തിൽ. ആ കുട്ടി സംസാരിച്ചത് ആ മുത്തശ്ശിയുടെ ഭാഷയിലായിരുന്നു, കുട്ടിയുടെ ഭാഷയിൽ? മുത്തശ്ശിയുടെ ഭാഷയിൽ തന്നെ, മുത്തശ്ശി സംസാരിക്കുന്ന പോലെ തന്നെ. മുത്തശ്ശി അവർ തമിഴ് ആൾക്കാരാണല്ലോ, അപ്പോൾ തമിഴിൽ തന്നെയാണ് പറയുന്നത്. അല്ല, ഭാഷ എന്ന് ചോദിച്ചാൽ രീതി, ശൈലി, ശബ്ദത്തിന്റെ ശബ്ദം സ്വാഭാവികമായും ഫിസിക്കൽ ബോഡിയുടേതായിട്ടാണ്. എനിക്ക് ഭാഷ എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായില്ല. അതായത് ഒരു മുത്തശ്ശി സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, ഒരു കുട്ടി സംസാരിക്കുന്ന ഒരു രീതിയും പക്വതയുള്ള ഒരാൾ സംസാരിക്കുന്ന, പക്വതയുള്ള, അതെ, അത് ആ ഒരു രീതിയിൽ തന്നെ പറയാം. സ്വരങ്ങളൊക്കെ മാറും, അപ്പോൾ ചേഞ്ച് ആയി വരുന്ന സമയത്ത് ആത്മാവിന് പറയാനുള്ളതെല്ലാം ആ രക്തബന്ധത്തിലെ കുട്ടിയിലൂടെ വന്ന് പറയുക. പിന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ ആത്മാക്കൾ ഇല്ലാതെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ചില ആക്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇങ്ങനെ മുമ്പ് നടന്ന കാര്യങ്ങൾ അവർ പറയുക. അതേപോലെ ഒരു കുട്ടിക്ക് ഇതുപോലെ ശ്വാസം മുട്ട് വന്നിട്ട് സർപ്പബാധ, ഭയങ്കര വിഷയങ്ങളാണ്. കുട്ടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കും. അങ്ങനെ അന്ന് എന്നോട് വന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ ചരട് ചോദിച്ച് കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് പോയതാണ്. പോയി ഇതെല്ലാം കെട്ടിക്കൊടുത്തിട്ട് കുട്ടിക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന സമയത്ത് എന്നെ ഫോൺ വിളിക്കുകയാണ്, കുട്ടിക്ക് വീണ്ടും അധികമായി, ഒന്നുകൂടി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഒരു ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അപ്പം ഇതിന് മുമ്പ് ഈ കുട്ടിക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് തടസ്സങ്ങളൊക്കെ വന്നിട്ട് ഇവരിടയ്ക്കിടയ്ക്ക് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ തൽക്കാലം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മാറും, വീട്ടിൽ വന്നാൽ വീണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മളവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് കുട്ടി എന്നെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അകത്തിരുന്നിട്ട്. അതിങ്ങനെ നിലത്തൂടി അഴിഞ്ഞ് നടക്കുക, ഇങ്ങനെ എഴുതി നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ പേപ്പറിൽ ഒരു കാര്യം എഴുതിയിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ കുട്ടി അത് ചോദിച്ചു, ഇതല്ലേ എഴുതി കാണിച്ചതെന്ന്. അപ്പോൾ അച്ഛൻ പേടിച്ചു പോയി. പിന്നെ ഇത് സർപ്പസംബന്ധമായിട്ടുള്ളൊരു ദുരിതമായിരുന്നു. ഇവരുടെ പൂർവികമായിട്ടുള്ള തറവാട്ടിലൊരു സർപ്പക്കാവ് നശിപ്പിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രകൂടം തച്ചുടക്കുകയും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. കുട്ടി ആ കഥയെല്ലാം പറഞ്ഞു. എനിക്കിത് ഏറ്റവും കൂടുതൽ വിശ്വസനീയമായതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാഗരാജ ഹോമം, പായസഹോമം ഒക്കെ ചെയ്ത് സർപ്പ വിഷയമാണല്ലോ, ഇതിൻ്റെ പ്രതിവിധി പറഞ്ഞു തന്നത് ഈ കുട്ടിയാണ്, മന്ത്രസഹിതം. ഇപ്പോൾ മൂലമന്ത്രസഹിതം പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമാണല്ലോ. അത് ചെറിയ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് തന്ത്രശാസ്ത്രം അറിയില്ല, മറ്റു കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ കുട്ടി കൃത്യമായി ബീജാക്ഷര മന്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. ഇത്ര ആവർത്തി ഹോമിക്കണം എന്ന് പറയുന്നു. കറക്റ്റ് ആ ആവർത്തി ഹോമിച്ച് കഴിയുമ്പം കുട്ടി തളർന്ന് വീണ് ആ വിഷയങ്ങൾ മാറുന്നു. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെ പറഞ്ഞു തരിക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാധ്യതയില്ല. കാരണം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റിയാൽ നല്ലതാണല്ലോ. അങ്ങനെ ഇത് ഇല്ലാതെ തട്ടിപ്പ് നടത്തുന്ന കാര്യങ്ങളുമുണ്ട്. ഇതേപോലത്തെ മറ്റൊരു കഥ പറയാം. ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാൾ, പുള്ളിക്കാരത്തി നാഗയക്ഷിയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര തുള്ളലായിരുന്നു.
തുള്ളി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നാഗയക്ഷിയുടെ മന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ആ നാഗയക്ഷിയുടെ മന്ത്രം പറയാൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയില്ല, ഒറിജിനൽ നാഗയക്ഷിയാണെങ്കിൽ മന്ത്രം പറയണ്ടേ. അങ്ങനെ കുറേ ചോദിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി അമ്മയ്ക്ക് പോകാൻ നേരമായെന്ന് പറഞ്ഞ് ബോധം കെട്ടു വീണു. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് കാണിക്കുന്ന ആൾക്കാർ ഇത് ഈ തമിഴ്നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിലൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ കറുപ്പസ്വാമി വന്നൊക്കെ പറഞ്ഞ പുള്ളി ആ പാട്ടം കൊണ്ട് നിൽക്കുമ്പോൾ പുള്ളിക്കാരി തന്നെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ട് രീതിക്കും ഉണ്ട്. അപ്പം നമുക്ക് വിശ്വസനീയമാകുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ്. കൃത്യമായിട്ട് മന്ത്രശാസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരാൾക്ക് അറിയാത്ത ഒരാൾ പറയുമ്പോൾ അത് നമുക്ക് വിലക്കെടുക്കാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചെയ്ത കുറേ എപ്പിസോഡുകളിൽ ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ തന്നെ പല കേസുകളൊക്കെ തെളിയിക്കാൻ വേണ്ടി സോളിനെയൊക്കെ വിളിച്ചു വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ സാധ്യമാകുമോ? അത് ആ ഒരു എന്താ പറയുക, ആ ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കതിന് ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ സാധ്യമാകും. അത് ക്യാപ്പബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റു വിഷയം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് റിയലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ നാഗകാളി ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ നാഗയക്ഷിയാണെന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് തൻ്റെ മന്ത്രം എന്താണെന്നുള്ള ആൾക്കറിയണമല്ലോ, ഏറ്റവും ചുരുങ്ങിയത്. അപ്പം അത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ച് ചോദിക്കുമ്പം ഇപ്പോൾ ഈ അന്ന് ആ തുള്ളി ആൾക്കാർ ഒരു തരം മാനസിക വിഭ്രാന്തി കൊണ്ടും സംഭവിക്കാവുന്ന അവസ്ഥകളുണ്ട്. എല്ലാം മനസ്സിനാണ് പിടിക്കുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ റിയലായിട്ടുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടും, അതിന് തെളിവുണ്ടാവും. തെളിവ് സഹിതം വന്നത് നമ്മൾ വിശ്വസിച്ചാൽ മതി, അല്ലാതെ നമ്മൾ എടുക്കണ്ട. കൃത്യമായിട്ട് നമുക്കതിന് ഉത്തരങ്ങൾ കിട്ടും, നമ്മൾ ചോദിച്ചാൽ കൃത്യമായിട്ട് അവർക്ക് പറയാനുണ്ടാവും. പക്ഷേ അത് കൃത്യമായതാണെങ്കിൽ മാത്രം. ഈ കണ്ണിന് മുന്നിൽ കാണാത്ത ഇത്തരം ശക്തികൾ അമാവാസി ദിനം ശക്തി പ്രാപിച്ച് ചോര കൊതിക്കുന്ന യക്ഷിമാരായി മാറുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തതിനോട് ഇപ്പം ചോര കൊതിക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ തന്ത്രശാസ്ത്രത്തിൽ നിയമങ്ങളുണ്ട്, ഇന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് വിധാനങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ രീതിയിലാണിത് ബാധിക്കുന്നത്. അത് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഏതെങ്കിലും ഒരു പ്രേതബാധയുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ വേറെ ഒരു ഭാഷ സംസാരിക്കുക അല്ലെങ്കിൽ വയസ്സായ ഒരാളെ പോലെ പെരുമാറുക, ഇതൊരു സൈക്കിക് ഇഷ്യൂസായിട്ട് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയുക ഇത് ഇന്ന പ്രശ്നമാണ് എന്നവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. മനസ്സിനെയാണ് ബാധിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇമോഷണൽ തലത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിന് വ്യക്തമായൊരു പ്രാണനുണ്ട്, ഇതിൻ്റെ പേരാണ് ധനഞ്ജയൻ. ഈ ധനഞ്ജയനാണ് നമ്മളെല്ലാം സ്വാധീനിക്കുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ സന്തോഷവും സങ്കടവും ദുഃഖവും ഒക്കെ വരുന്ന ഇമോഷണലി ആണല്ലോ. വെറുതെ ഒരു ശരീരം മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, അല്ലേ? അതെ. അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ഡീപ്പ് സ്ലീപ്പിൽ അവിടെ നമുക്ക് ഇമോഷൻസ് ഒന്നും ഇല്ലല്ലോ. അവിടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ആരോടും ദേഷ്യമില്ല, ഭയങ്കര ആനന്ദമായിട്ടുള്ള അവസ്ഥയാണല്ലോ. ഇപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ നമുക്കത് കബഡിയിലൂടെ മാത്രമല്ല, ചില സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അത് നമ്മുടെ ഉപാസനയുടെ ഒരു ഫലവും കൂടി ഉണ്ടാവും അതിനകത്ത്. നമ്മൾ ചില ദേവതാ വിധാനങ്ങളൊക്കെ ഉപാസിക്കുന്ന സമയത്ത് ഇപ്പം അതിനായിട്ട് പെർട്ടിക്കുലറായിട്ടുള്ള ദേവതകളൊക്കെ ഉണ്ട്. കർണമാതങ്കി, കർണയക്ഷി, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ദേവതകളുണ്ട്. പൊതുവേ എല്ലാവരും കർണയക്ഷിയിൽ ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ കർണമാതങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെ ഒരുപാട് വിധാനങ്ങളുണ്ട്. കർണയക്ഷി ഉപാസന ചേട്ടനെ ഉപാസനമൂർത്തി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, വെളിപ്പെടുത്താൻ പാടില്ല എന്നല്ലേ ഗുരുക്കന്മാരതിങ്ങനെ രഹസ്യമായിട്ട് വെക്കുന്നത് കൊണ്ട്. ഗുപ്തോ ലബ്ധ സ്പഷ്ടോ നഷ്ട എന്നാണ് നിയമം. ഗോപ്യമാക്കി വെക്കുന്നവർക്ക് അത് ലഭിക്കും, സ്പഷ്ടമാക്കുന്നവർക്ക് നഷ്ടമാവുന്നൊക്കെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഇതിനകത്തല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഉപാസന ഇല്ലെങ്കിലും നല്ല രീതിക്ക് മന്ത്രം ജപിക്കുന്ന ഒരാളാണെങ്കിൽ, നല്ല രീതിക്ക് നാമം ജപിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. വെറുതെ രാമനാമം ജപിക്കുന്ന ഒരാളായാലും മതി, അയാൾ കൃത്യമായി ഉപാസന ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇൻഡ്യൂഷൻസ് വരും. അയാൾക്ക് ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് കിട്ടും, അത് കറക്റ്റായിരിക്കും. അതിപ്പം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടല്ലോ, കേട്ടാറിയാം അവരുടെ കാര്യങ്ങൾ കേട്ടാൽ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ തോന്നും, അത് കൃത്യമായിട്ട് വരാറുണ്ടല്ലോ. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് സാധന എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ രവീശ്വരൻ്റെ നമ്പർ കൊടുക്കാം. സംശയമുള്ളവർ നേരിട്ട് വിളിച്ച് സംസാരിക്കുക. താങ്ക് യു. നമസ്കാരം.